മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു പഴയൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ജീവിതം എന്നുള്ളതൊരു ഒഴുക്കാണ്. ആ ഒഴുക്കിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പക്ഷേ ഞാൻ ആരെയും കുത്തി നോക്കാറില്ല. ശരിയാണ്, നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ നിൽക്കരുത്, ഒരാളെയും വേദനിപ്പിക്കാൻ നിൽക്കരുത്. ഇത് വലിയൊരു അദ്ദേഹം പറയുന്നത് അതൊരു അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ്. ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചത്, നമ്മളൊക്കെ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് വാക്കുകൾ കൊണ്ടും നോക്കുകൾ കൊണ്ടൊക്കെ എത്ര ആളുകളെ വേദനിപ്പിക്കുന്നുണ്ട്. ജേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂവിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ആ സംസാരവും ക്യാരക്ടറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു വേദന എപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം വേർപിരിഞ്ഞു പോയപ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന സഹിക്കാൻ കഴിയുന്നില്ല. ജേട്ടനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നമ്മൾ വലിയ സ്ഥാനമോ വലിയ അവാർഡുകളോ ഒന്നും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമൊന്നുമില്ല, അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. വലിയ ആഘോഷങ്ങളൊക്കെ അദ്ദേഹം ചുരുക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം 50 വർഷത്തിൻ്റെ ആ ഒരു ആഘോഷം അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കാനുണ്ടായപ്പോൾ അദ്ദേഹം പറയണ്ടേ, അതൊരു വലിയ സംഭവമായിട്ടൊന്നും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഒരു നല്ലൊരു മനസ്സിൻ്റെ ഒരു ലക്ഷണമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ ആർഭാടങ്ങളും വലിയ പദവികളും വലിയ സംഭവമാണ് എന്ന് പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം സാധാരണക്കാരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ പാട്ട്, ചേട്ടാ നിങ്ങളെ പാട്ട് നല്ല പാട്ടാണ് എന്ന് അതാണ് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്സിൽ കിട്ടുന്ന സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലിയ പുരസ്കാരം എന്നാണ് അദ്ദേഹം പറയുന്നത്. സാധാരണക്കാരെ വളരെയേറെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും സാധാരണക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേട്ട് നന്നായി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അംഗീകാരവും വലിയ ഒരു അവാർഡും എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം, ആ ഒരു ശൈലി, ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗാനങ്ങളെക്കുറിച്ചിട്ടൊന്നും ഇപ്പോൾ ഞാൻ അവിടെ സംസാരിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പാട്ടാണ് മനുഷ്യൻ മണ്ണിൽ പരകൂടി അവൻ്റെ മനസ്സിന് ശൈത്താൻ്റെ മുഖം മൂടി ചിരി കൊണ്ട് മയക്കാൻ വരുന്നത് പലരും ചിറകുകളില്ലാത്ത ജിന്നാനട. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു സംഗതിയെക്കുറിച്ചിട്ടുള്ള ആ ഒരു മനുഷ്യൻ മണ്ണിൽ പരകൂടി അവൻ്റെ മനസ്സിന് ശൈത്താൻ്റെ മുഖം മൂടി. ഓരോരുത്തരും മനസ്സിൽ എന്തായിട്ടിട്ട് നടക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പലരും ചിരിച്ച് മയക്കും അവർ ചിറകുകളില്ലാത്ത ജിന്നുകളാണെന്ന്. മനസ്സിലായില്ലേ? എന്താണ് ആ പാട്ടിൻ്റെ അർത്ഥം നോക്കി. വല്ലാത്തൊരു അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഭാവം. ആ പാട്ടിങ്ങോട്ട് നമ്മൾ ഇരുന്ന് പോവും. ആ ക്ലാരിറ്റിയാണ്, ശബ്ദത്തിൻ്റെ ആ ക്ലാരിറ്റിയാണ് ജേട്ടൻ്റെ. ആ ശബ്ദം വളരെ മനോഹരമായിട്ടുള്ള, ദാസേട്ടനേക്കാൾ കൂടുതൽ ശബ്ദം ക്ലാരിറ്റി ഉള്ളത് ജേട്ടനാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരിക്കുന്നത് വരെയും നിത്യ യൗവനമുള്ള ഒരു യുവാവിൻ്റെ ആ ശബ്ദം ഇപ്പോഴും, ശബ്ദത്തിൻ്റെ ഒരു പ്രായമായിട്ടില്ല മരിക്കുന്ന വരെ. ജേട്ടന് മരണവാർത്ത ഞാൻ അറിഞ്ഞത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഞാൻ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ മൊബൈൽ ഫോൺ കളിച്ചിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളോട് എന്തൊക്കെയോ സ്വറ പറഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ജേട്ടൻ മരിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ അവൻ ഇങ്ങനെ മരിച്ച വാർത്ത ഇങ്ങനെ കേട്ടപ്പോൾ വല്ലാത്തൊരു വേദന തോന്നിപ്പോയി. ഇപ്പോഴും മനസ്സ് ഇങ്ങനെ പറയണേ ജേട്ടനെ ഇപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളൊരു, എന്താണ് നമുക്ക് പറയാൻ കഴിയുക, അത്രയും ഇഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷേ എന്താണ് എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല. എന്തോ ഒരു വിഷമം, അത് താങ്ങാൻ കഴിയാത്ത പോലെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അത്രയും ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്, അത്രയും മനസ്സിൽ കയറ്റി വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ജേട്ടനെ ഞാൻ കണ്ടിട്ടോ കൂടുതലായിട്ട് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ പല ഇൻ്റർവ്യൂസിലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ അയാളെ ക്യാരക്ടർ അയാൾ എങ്ങനെയാണ് ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു സിംഗറിനേക്കാൾ കൂടുതലുപരി അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഏറെ ആകർഷിച്ചതാണ്. എല്ലാവരോടും വെട്ടിത്തുറന്ന് നേരെ പോ എന്നുള്ളൊരു സ്വഭാവമാണ്. അങ്ങനൊരു
അത് വല്ലാത്തൊരു ഇഷ്ടമാണ് എനിക്ക് അങ്ങനത്തെ ആ ക്യാരക്ടർ. എന്തായാലും നമ്മളെ പ്രിയപ്പെട്ട ഭാവഗായകൻ നമ്മളെ വിട പറഞ്ഞു പോയിരിക്കുകയാണ്. താങ്ങാനുള്ളൊരു ഇതില്ല. ഞാനിപ്പോൾ കുറേ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്നുണ്ട്, പക്ഷേ നമുക്കൊരു ഇത് തോന്നുന്നില്ല. ഇനി ഇങ്ങനെ ഉള്ളൊരു ഗായകനെ നമുക്ക് കിട്ടില്ല.